540 ഡിഗ്രി വ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. വീട് പണി എന്ന് പറയുന്നത് ഏതൊരു മലയാളിക്ക് ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിലൊരു സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്ലാൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്ലാൻ വരക്കാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് എഞ്ചിനീയേഴ്സിനൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. എഞ്ചിനീയേഴ്സിനെ ഡ്രാഫ്റ്റ്മാൻസോ ആർക്കിടെക്ടോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. സോ അത്തരത്തിലൊരു സർവീസാണ് നമ്മൾ ഈ ഒരു ചാനൽ ത്രൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ ഒരു പ്ലാൻ ആവശ്യമുള്ളത് അവർക്ക് നമ്മൾ ഈ ചാനലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസിന്റെ കമന്റ് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോസിന്റെ കമന്റ്സിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്താൽ ആർക്കൊക്കെയാണോ വീടിന് പ്ലാനുകൾ ആവശ്യമുള്ളത്. അതിനായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ലൊക്കേഷൻ സ്കെച്ച്, അതായത് വില്ലേജിൽ നിന്ന് കിട്ടുന്ന ലൊക്കേഷന്റെ സ്കെച്ച് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോ നിങ്ങൾ ഒരുപാട് ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോസിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വല്ല മാഗസീൻസിലോ നിങ്ങൾക്ക് ആ ഒരു അതിലിപ്പോ അല്ലെങ്കിൽ വേറൊരാളൊരു വീടിന്റെ പ്ലാനൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ആ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഓരോ പ്ലോട്ടും വ്യത്യസ്തമായിരിക്കും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്ലോട്ടിന് യോജിച്ച ഒരു പ്ലാനാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. മറ്റൊരാളുടെ വീടിന്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ട് അതൊരു വ്യത്യസ്തമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. നമ്മൾക്കെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ സോ ആ ആഗ്രഹത്തിന്റെ രീതിയിൽ നമുക്ക് പ്ലാൻ വരക്കാൻ കഴിയണം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്ലോട്ടിലാണോ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലോട്ടിന്റെ സ്കെച്ച്, അതായത് വില്ലേജിൽ നിന്ന് കിട്ടുന്ന ആ സ്കെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്ലോട്ടിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈൻ നമുക്ക് ചെയ്യാൻ കഴിയും. അതായത് ഈ പ്ലാൻ വെച്ച് നിങ്ങളൊരു ബിൽഡിംഗ് പണിയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് എസ്റ്റിമേഷൻ, അതായത് മെറ്റീരിയൽ കോസ്റ്റ്, വർക്കിംഗ് കോസ്റ്റ്, അതൊക്കെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലെ മെറ്റീരിയൽ കോസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഫൈനൽ പ്രൊജക്ടിന് എത്ര വരും എന്നറിയാനായിട്ട് സാധിക്കും. നമ്മൾ ഈ കൂടുതലായിട്ടും ഈ ചാനലോട് വളരെ ബഡ്ജറ്റഡ് ആയിട്ട് ഒരു വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ വളരെ മിനിമൽ സ്പേസിൽ, അതായത് 1 സെന്റ് 2 സെന്റ് 3 സെന്റ്, അതായത് ഷേപ്പ്ലെസ് ആയിട്ടുള്ള പ്ലോട്ടുകളോ, കൂടുതലും ഈ സാധാരണ ഇങ്ങനത്തെ എഞ്ചിനീയേഴ്സ് ഒക്കെ അതൊക്കെ എടുക്കാനായിട്ട് കുറച്ച് മടി കാണിക്കുന്നതാണ്. ഇങ്ങനത്തെ കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അങ്ങനത്തെ ഒരു രീതി, ആ ഒരു പ്ലോട്ടിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊജക്ടുകൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. പ്ലാനിങ്ങിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ത്രൂ ഇങ്ങനെ വരക്കുന്ന പ്ലാനുകൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അത് നമ്മൾ ഈ ചാനൽ വഴി തന്നെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് കോപ്പിയും കൂടി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാം. പുതിയ പുതിയ പ്ലാനുകളായിട്ട് നമ്മുടെ അടുത്ത വീഡിയോസിൽ നമ്മളെ ചാനലിൽ കൂടെ തന്നെ വരുന്നതായിരിക്കും. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ നമ്മൾ ഇതുപോലെ തന്നെ മുമ്പ് ചെയ്തിട്ടുള്ള